കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പ്രധാന വ്രതത്തെ പറ്റിയും അതുപോലെ തന്നെ ആ വ്രതം എടുക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു മന്ത്രം, ആ മന്ത്രം ചൊല്ലിയിട്ട് വ്രതം എടുക്കുമ്പോൾ അതിന് പ്രത്യേക ഫലസിദ്ധിയാണ്. വ്രതം 16 ദിവസം തുടർച്ചയായി എടുക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങൾ സാഫല്യത്തിലെത്താനായിട്ട് വളരെ നല്ലതെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ മന്ത്രം കൂടി ചൊല്ലുകയാണെങ്കിൽ ആ വ്രതത്തിന് ഒന്നും കൂടെ മാറ്റുകൂട്ടുന്ന അത്ര നല്ല വിശേഷ സിദ്ധി കൈവരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ മന്ത്രം, എന്താണ് ആ വ്രതം എന്ന് പറയാം. പ്രധാനമായും വ്യാഴാഴ്ച വ്രതമാണ്. വ്യാഴാഴ്ച വ്രതം ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ച വ്രതം ആർക്കും എടുക്കാം. നമുക്ക് വ്രതം എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം. അപ്പോൾ ആരോഗ്യവും മനസ്സും ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച വ്രതം എടുക്കാം. പിന്നെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് പ്രധാനമായും മഹാവിഷ്ണു, ഗുരുവായൂരപ്പൻ തന്നെയായ മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട്, മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട്, പിന്നെ വ്യാഴ ദശയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദോഷങ്ങളുള്ളവർക്ക് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ, ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്താൻ എന്നിങ്ങനെയാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത്. തുടർച്ചയായി 16 ദിവസം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് തീർച്ചയായും വളരെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായും നിറവേറുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിപ്പോൾ നമുക്ക് തുടർച്ചയായി അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന വ്യാഴാഴ്ച എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓരോ മാസങ്ങളായി 16 മാസങ്ങൾ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച, അതായത് 30 വ്യാഴം എന്ന് വിളിക്കുന്ന ആ വ്യാഴാഴ്ച എടുത്താലും മതി. അങ്ങനെ തുടർച്ചയായി 16, 30 വ്യാഴം വ്രതം എടുക്കാം. പിന്നെ വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് എണീക്കേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഏത് വ്രതം എടുക്കുകയാണെങ്കിലും അതിരാവിലെ തന്നെ എഴുന്നേൽക്കണം. പിന്നെ തലേ ദിവസം തുടങ്ങി, അതായത് ബുധനാഴ്ച മുതൽ നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങാം. സന്ധ്യയ്ക്ക് തന്നെ നമുക്ക് ഭക്ഷണത്തിലൊക്കെ ക്രമീകരണം കൊണ്ടുവന്നിട്ട്, അതായത് ഒരു സാത്വികമായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക്, അതായത് നോൺ വെജൊക്കെ ഒഴിവാക്കി തലേ ദിവസം തന്നെ നമുക്ക് വ്രതം തുടങ്ങാവുന്നതാണ്. പിറ്റേ ദിവസമായാലും നമുക്ക് 2 രീതിയിലുള്ള വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാം. ഒന്നില്ലെങ്കിൽ ഫുൾ ഉപവാസം എടുക്കാം. 2 രീതിയിലല്ല, 3 രീതിയിൽ അനുഷ്ഠിക്കാം. ഒന്നില്ലെങ്കിൽ ഫുൾ ഉപവാസം എടുക്കാം, ആ ദിവസം മുഴുവനും ഒന്നും കഴിക്കാതെ ഇരിക്കുക, ഫാസ്റ്റിങ്. അത് അത്ര കഴിവുള്ള, ആരോഗ്യത്തിന് അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ മാത്രം എടുത്താൽ മതി. രണ്ടാമത്തത് സാത്വികമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതായത് വെജിറ്റബിൾ മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ നേരിയ അളവിൽ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ വ്രതം എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. പക്ഷേ ചിലർക്ക് മരുന്നുകളൊക്കെ ഒഴിവാക്കാൻ പറ്റാതെ വരും. അതിന് ഭക്ഷണം വയറിൽ നിറഞ്ഞിരുന്നിട്ടേ ഈ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ളവരും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഭക്ഷണം വയറിൽ ഒഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് തലകറക്കം വരും. അങ്ങനെയുള്ളവരൊന്നും ഒക്കെ പട്ടിണി കിടന്ന് വ്രതം എടുക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കി വ്രതം എടുക്കരുത്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട്, നേരിയ അളവിൽ കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാം. പിന്നെ മത്സ്യമാംസാദികൾ നമ്മൾ അന്നത്തെ ദിവസം ഉപയോഗിക്കില്ല. പിന്നെ ഭക്ഷണം ഒരിക്കൽ മാത്രമാക്കിയിട്ട്, അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ ഊണ് കഴിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വ്രതം ചെയ്യുക. അതായത് ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം ഊണ് കഴിക്കുക, 2 നേരം വേറെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ 2 നേരം ഒന്നും കഴിക്കാതെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അതൊക്കെ കുറേയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഡെഡിക്കേഷനാണ്. അതായത് നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ എന്ത് ത്യജിച്ചുകൊണ്ടാണത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒഴിവാക്കുന്നു, നമുക്ക് നമ്മുടെ മനസ്സിൽ കഴിക്കാൻ ആഗ്രഹമുള്ള പലതും ഭഗവാന്റെ മുൻപിൽ നമ്മൾ ഒഴിവാക്കുകയാണ്, ഭഗവാന് വേണ്ടിയിട്ട് ഒഴിവാക്കുക. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ശരിക്കും വ്രതം എടുക്കേണ്ടത്. പിന്നെ പറ്റാവുന്നവർ അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഭക്ഷണം ഒഴിവാക്കിയിട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാത്വികമായ ഭക്ഷണ രീതി അവലംബിച്ചുകൊണ്ടോ ഒക്കെ വ്രതം എടുക്കുക. പക്ഷേ മാംസാദികൾ വ്രതം എടുക്കുമ്പോൾ കഴിക്കില്ല.
വ്രതം എടുക്കുമ്പോൾ അതിരാവിലെ എണീക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ വിളക്ക് വെച്ചിട്ട് നെയ് വിളക്ക് കത്തിക്കുന്നത് വളരെ ഉത്തമമാണ്. വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ അങ്ങനെ നെയ് വിളക്ക് കത്തിച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ഓം നമോ നാരായണായ എന്നിവ ചൊല്ലാം. പിന്നെ ഒരു മന്ത്രമുണ്ട്, അത് പറയാൻ പോവാണ്. അത് പ്രധാനമായിട്ടും സന്താനങ്ങളില്ലാത്തവർക്ക് ചൊല്ലാം. സന്താന ഗോപാല മന്ത്രമാണിത്. സന്താന ഗോപാല മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല അത് ഉപകാരപ്പെടുക. അതുകൂടാതെ നമുക്ക് എന്ത് കാര്യം ആഗ്രഹിക്കുന്നത് നടക്കാനും നമുക്ക് ഈ ലോകത്തുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാനും അതുപോലെ തന്നെ മോക്ഷം നേടാനും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ സന്താന ഗോപാല മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് അതിരാവിലെയും വൈകിട്ടും 41 പ്രാവശ്യം വീതമാണ്. സന്താനം ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് അത് ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം എടുത്തിട്ട് സന്താനങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എൻ്റെ മുൻപിൽ അങ്ങനെ ഉദാഹരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ വ്യാഴാഴ്ച വ്രതം സന്താനങ്ങളില്ലാതിരുന്നപ്പോൾ വ്യാഴാഴ്ച വ്രതം തുടർച്ചയായി എടുക്കുകയും എന്നിട്ട് അവർക്ക് സന്താനങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ചെയ്തിരുന്ന ചര്യകളെന്ന് പറഞ്ഞാൽ അതിരാവിലെ തൊട്ടടുത്തുള്ള ഒരു വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകും. എന്നിട്ട് ഒരിക്കൽ ഊണ് നടത്താറുണ്ട്. എന്നിട്ട് അവർ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലും. സന്താന ഗോപാല മന്ത്രം ചൊല്ലും, രാവിലെയും വൈകിട്ടും ചൊല്ലും. എന്നിട്ട് വളരെ നിഷ്ഠയോടുകൂടി നോൺ വെജൊക്കെ ഒഴിവാക്കി അന്നത്തെ ദിവസം മന്ത്രപാരായണത്തിലും ജപത്തിലൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് 16 ദിവസം കഴിഞ്ഞ് 16 വ്യാഴാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സൂചനകളുണ്ടായി. അതായത് കുട്ടി ഉണ്ടാവുമെന്നുള്ളതിൻ്റെ അതിൻ്റെ തെളിവുകൾ കിട്ടുകയുണ്ടായി. അപ്പോൾ സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത് ദേവകീസുത ഗോവിന്ദ വാസുദേവ നമോസ്തുതേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്നാണ്. ഒന്നും കൂടെ പറയാം. ദേവകീസുത ഗോവിന്ദ വാസുദേവോ നമോസ്തുതേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഒന്നും കൂടെ പറയാം. ദേവകീസുത ഗോവിന്ദ വാസുദേവ നമോസ്തുതേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഈ മന്ത്രം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇടുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ദിവസം ചൊല്ലുകയാണെങ്കിൽ സന്താനപ്രാപ്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഒരു നല്ലൊരു ഫലമാണ്, ഏറ്റവും ഉത്തമമായ ഫലമാണ്. അത് വളരെ കൂടുതൽ സാധ്യതയുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് മോക്ഷസിദ്ധിക്കും നമ്മുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഗ്രഹ സാഫല്യങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ അതിനൊക്കെ വേണ്ടി നല്ലൊരു വ്രതമായിട്ടാണ് അതിനുള്ള ഒരു മന്ത്രം കൂടിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. 16 ദിവസം ആണ് നമ്മൾ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെയ് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ മഞ്ഞപ്പൂക്കൾ, അതായത് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് തന്നെ മഞ്ഞയാണ്. അപ്പോൾ ആ മഞ്ഞപ്പൂക്കൾ വിഷ്ണു ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഓം നമോ നാരായണായ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ സന്താന ഗോപാല മന്ത്രം ഒക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് അർച്ചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൂടാതെ തുളസി ഭഗവാനെ അർപ്പിക്കുന്നതും വളരെ വിശേഷമാണ്. പിന്നെ അന്നത്തെ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ നടത്താവുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് തുളസിമാല, വിഷ്ണു സഹസ്രനാമാർച്ചന, അതുപോലെ തന്നെ പാൽപായസം ഒക്കെ നടത്തുന്നതും വളരെ നല്ല ഒരു ഫലസിദ്ധിയുള്ളതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ പലരും ചോദിക്കാറുണ്ട്, വിഷ്ണു ക്ഷേത്രം അടുത്തില്ല, അപ്പോൾ നമുക്ക് ഈ ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഇപ്പോൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ തന്നെ പോയാൽ മതിയോ, അടുത്തുള്ള അമ്പലത്തിൽ പോയാൽ മതിയോ എന്നൊക്കെ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. വിഷ്ണുവിൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോകുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ദേവതകളെ മഹാവിഷ്ണുവിൻ്റെ വിഭൂതികളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്.
അപ്പോൾ ഏതൊരു ഭഗവാനിലും നമ്മൾ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ അങ്ങനെ നമുക്ക് തോന്നിയാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ കണ്ടിട്ട് ആ ദേവതേനെ വണങ്ങുമ്പോൾ ആ ഒരു ഫലവും മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും നമുക്ക് ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും. പിന്നെ മറ്റേതൊരു വ്രതം പോലെ തന്നെ അന്നത്തെ ദിവസം പൂർണ്ണമായും ജപത്തിൽ മുഴുകുക. അതായത് മന്ത്രജപത്തിലും അതുപോലെ ഭക്ഷണം കുറച്ചും അതുപോലെ നാമപാരായണത്തിലും ഒക്കെ മുഴുകുക. അന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓരോ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. അപ്പോൾ ചില പ്രത്യേക മന്ത്രങ്ങൾക്ക് മാത്രമാണ് ഒരു സമയനിഷ്ഠയൊക്കെയുള്ളത്. അതൊഴിച്ച് എല്ലാ മന്ത്രങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, വിഷ്ണുവിൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിരിക്കുമ്പോൾ പിന്നെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചൊല്ലുന്നത് അന്നത്തെ ദിവസം നല്ലതാണ്. പിന്നെ വ്യാഴദശയിൽ അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ, അതായത് ജന്മവ്യാഴം, 12 വ്യാഴം, 8 വ്യാഴം, അങ്ങനെയൊക്കെ ചില വ്യാഴം മോശം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജന്മനാ തന്നെ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഈ വ്രതം എടുക്കുന്നത് വളരെ നന്നായി കരുതുന്നു. വ്രതം എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനഃശുദ്ധിയാണ് പ്രധാനം. മനസ്സ് വളരെ ശുദ്ധമാക്കി വെക്കുക എന്ന് വെച്ചാൽ നമ്മളങ്ങനെ പരദൂഷണം പറയാനും അതുപോലെ പ്രത്യേകിച്ചും നമുക്ക് അന്നത്തെ ദിവസം ഒരു പ്രത്യേക ഒരു ടെൻഡൻസി ഉണ്ടാവും മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയാനോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരാനോ. അതൊക്കെ ഭഗവാന്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദിവസം വ്രതം എടുക്കുന്ന ദിവസം ഒരു പരീക്ഷണ ദിവസമായിരിക്കും. അത് മിക്കവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. വ്രതം എടുക്കുമ്പോൾ അറിയാം, അന്നത്തെ ദിവസം ഭഗവാൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പല പരീക്ഷണങ്ങളും ഇറക്കും. അപ്പോൾ അതിനെ വിജയിക്കുക എന്നുള്ളതും കൂടി, അതായത് മനസ്സിനെ അടക്കിയിട്ട് അതിനെ വിജയിക്കുക എന്നുള്ളതും കൂടി ഈ വ്രതത്തിൻ്റെ ഒരു ഫലസിദ്ധിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇറിറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേഷ്യത്തിലുള്ള വാക്കുകളോ ഒക്കെ കേട്ടാൽ തിരിച്ച് പറയാനൊന്നും പോകാതെ ഭഗവാനെ തന്നെ വിചാരിച്ചിരിക്കുക. അതുപോലെ അന്നത്തെ ദിവസം മറ്റുള്ളവരെ പറ്റി ഒന്നും കുറ്റം പറയാനോ ഒന്നും പോകരുത്. ഇന്ന് വ്രതം എടുക്കുന്ന ദിവസമാണ്. കഴിയാവുന്നതും മൗനമായിട്ടിരിക്കുക, നാമം ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മൾ മൗനവ്രതം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു മന്ത്രത്തിലും ആ ഒരു നാമജപത്തിലും മാത്രം വേണ്ടിയിട്ട് കൂടുതൽ സംസാരിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് അന്നത്തെ ദിവസം കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.